പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ദർശകർ നിത്യേന വന്നു പോയിക്കൊണ്ടേയിരുന്നു. പുനലൂരിൽ നിന്ന് റോബർട്ടും ആൽബർട്ടും കുടുംബവും, പത്തനാപുരത്തു നിന്ന് ഔസേപ്പച്ചനും കുടുംബവും. വന്നവരെല്ലാം ടാനിയയെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്താണ് മടങ്ങിയത്. അലീന ഇടയ്ക്കിടെ വീട്ടിൽ പോകുമ്പോൾ ബബിത വന്ന് ഹോസ്പിറ്റലിൽ ടാനിയയ്ക്ക് തുണ നിൽക്കും. ടാനിയ പതിയെ സുഖം പ്രാപിച്ചു വരികയാണ്. പോലീസ് ഇടയ്ക്ക് വന്ന് അവളുടെ മൊഴി എടുത്തുകൊണ്ടുപോയി. പോലീസിനോട് സംസാരിക്കുവാൻ അവൾക്കൊട്ടും മനസ്സുണ്ടായിരുന്നില്ല. ഇനി ഇതാരെ ശിക്ഷിക്കാൻ വേണ്ടിയാ? മരിച്ചുപോയവരെ ശിക്ഷിക്കാനും നിയമമുണ്ടോ? അതിന് SI കുട്ടി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു തീർക്കണ്ടേ? ടാനിയയ്ക്ക് തന്നെ കാണുവാൻ സന്ദർശകർ വരുന്നതിൽ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അവൾ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോഴെല്ലാം അവൾ ഷാനിനെക്കുറിച്ച് ഓർമ്മകളിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. പലപ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നതും ഷീറ്റ് കൊണ്ട് അവൾ കണ്ണീരൊപ്പുന്നതും അലീന കാണുന്നുണ്ടായിരുന്നു. ഒരു തവണ അവൾ അലീനയോട് പറയുകയാണ്, അവന് മരിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു അല്ലേ ചേച്ചി? അതിന് അലീന, മോളെ, ഒരു പക്ഷേ അതൊരു അപകടം തന്നെ ആയിരുന്നിരിക്കും. അല്ലെന്ന് എനിക്ക് ഉറപ്പാ. ഷാൻ എന്തിനാ അങ്ങനെ ചെയ്തത്? ഞാൻ മരിച്ചെന്ന് കരുതിയല്ലേ? ഞാൻ മരിച്ചാലും ഷാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമായിരുന്നില്ലേ? ദൂരദേശത്തേക്ക്, കൽക്കട്ടയിലോ ഡൽഹിയിലോ അങ്ങനെ എവിടേക്കെങ്കിലും. അവൻ ജീവനോടെ ഉണ്ടല്ലോ എന്നോർത്ത് സമാധാനിക്കാമായിരുന്നല്ലോ എനിക്ക്. മോളെ, എവിടെ ഒളിച്ചാലും പോലീസ് അവനെ പിടിക്കുമായിരുന്നു. അവന് ശിക്ഷയും കിട്ടുമായിരുന്നു. കുറേ വർഷം അവൻ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. എന്നാലും ജീവിച്ചിരിക്കുമായിരുന്നല്ലോ ചേച്ചി. ചേച്ചി പറഞ്ഞതുപോലെ ഇനി അവന് നന്നാവാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇനി ഒരിക്കലും പറ്റില്ലല്ലോ. ഇത്തരം സംഭാഷണങ്ങൾ ടാനിയ ഒരു വിതുമ്പി കരച്ചിലാണ് നിർത്തുക. അവളെ കൊല്ലുവാൻ ശ്രമിച്ചെങ്കിലും അതിനുശേഷം ആത്മഹത്യ ചെയ്തതുവഴി ഷാൻ അവളുടെ മനസ്സിൽ ധീരോദാത്തമായ പ്രണയനായകനായി ശേഷിക്കുന്നുവെന്ന് അലീനയ്ക്ക് ബോധ്യപ്പെട്ടു. അവൻ്റെ മരണം അവളെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിലുള്ള പ്രേമത്തിൻ്റെ മുൻപിൽ അവൻ സമർപ്പിച്ച ആത്മബലിയാണ്. അവരുടെ പ്രേമത്തിൻ്റെ രക്തസാക്ഷിയാണവൻ. ഷാൻ ജീവിച്ചിരിപ്പില്ലാത്ത ഭൂമിയാണല്ലോ ഇത് എന്ന ഓർമ്മ അവളുടെ ഹൃദയത്തെ കിടിലം കൊള്ളിക്കുന്നു. ഷാനില്ലാത്ത പ്രഭാതങ്ങൾ, സൂര്യോദയങ്ങൾ, സന്ധ്യകൾ. പക്ഷികൾ ചിലയ്ക്കുന്നു, അരുവി ഒഴുകുന്നു, വാഹനങ്ങൾ ഓടുന്നു, മനുഷ്യർ സഞ്ചരിക്കുന്നു, കാറ്റു വീശുന്നു, ചിത്രശലഭം പറക്കുന്നു. ഷാനിൻ്റെ ശബ്ദം മാത്രം എങ്ങുമില്ല. ഇനി ഒരിക്കലും അത് കേൾക്കുകയുമില്ല. ടാനിയയ്ക്ക് ഈ ഓർമ്മ ഒരു തീരാവേദനയാണ്. ആ വേദനയിൽ അവൾ തീച്ചൂടേറ്റ പുഴുവിനെ പോലെ കിടന്ന് പിടയണം, വെന്തു നീറണം. ആ വേദനയാണ് അവളുടെ സുഖം. അതിനിടയിൽ ആളുകൾ വരുന്നതും സംസാരിക്കുന്നതും അവളുടെ ഏകാന്ത വേദനയുടെ ചില്ലുമാളിക ചിരികൊണ്ടുടയ്ക്കുന്നതും അവൾ വെറുത്തു. അലീനയ്ക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. ടാനിയയെ കുത്തിയതിൻ്റെ പേരിൽ ഷാനിനെ കുറ്റപ്പെടുത്തരുതെന്ന് സന്ദർശകരോടെല്ലാം അവൾ അഭ്യർത്ഥിച്ചു. അല്ലെങ്കിൽ ചിലരിങ്ങനെ പറഞ്ഞു തുടങ്ങും, അവൻ മരിച്ചത് എന്തുകൊണ്ട് നന്നായി. അവൻ എന്തൊരു ദുഷ്ടനാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ. സ്നേഹിച്ച പെണ്ണിൻ്റെ ചങ്കിൽ കത്തി കുത്തി ഇറക്കാൻ ആർക്കെങ്കിലും തോന്നുമോ? അവനെപ്പോലൊരു തെമ്മാടിയുടെ കയ്യിൽ ഇവളെങ്ങനെ ചെന്നുപെട്ടു? എന്തായാലും ഇതിങ്ങനെ അവസാനിച്ചത് നന്നായി. ഇവളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ടാനിയയുടെ മുഖം ഇത് കേൾക്കുമ്പോൾ കല്ലുപോലെ കഠിനമായി തീരുന്നത് അലീന ശ്രദ്ധിച്ചിട്ടുണ്ട്. പറയുന്നവർക്കെതിരെ അവളുടെ മനസ്സിൽ ക്രമേണ കടുത്ത പ്രതിഷേധം രൂപം കൊള്ളുകയാണ്. ക്രമേണ അലീന തന്നെ മുൻകൈയെടുത്ത് സന്ദർശകരുടെ എണ്ണം കുറച്ചു. പക്ഷേ ടാനിയയെ തനിച്ചു വിടുവാൻ അവൾ തയ്യാറായില്ല. അവൾ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരുന്നു നാനാ വിഷയങ്ങളെപ്പറ്റി. അവളില്ലാത്തപ്പോൾ ബബിതയെ ചുമതല ഏൽപ്പിച്ചു. അലീനയ്ക്ക് ഈ സമയത്ത് എൽസമ്മയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നതിനാൽ ബബിതയായിരുന്നു മിക്കപ്പോഴും ടാനിയയ്ക്ക് തുണയായി നിന്നത്. എൽസമ്മയ്ക്കിപ്പോൾ കയറിൽ പിടിച്ച് എഴുന്നേൽക്കാനും തനിയെ ഭക്ഷണം കഴിക്കാനും സാധിക്കുന്നുണ്ട്. വീട്ടിലും വെളിയിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ അറിയുന്നുണ്ടെങ്കിലും അവരിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. അക്ഷരസ്ഫുടതയില്ലെങ്കിലും അവർക്ക് അത്യാവശ്യം സംസാരിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ സംസാരിക്കുന്നതിൽ അവരൊട്ടും താല്പര്യം പ്രകടിപ്പിച്ചില്ല. ടാനിയയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട സമയമായി. ബില്ല് പേ ചെയ്യാൻ വേണ്ടി സ്റ്റാൻലി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അലീന ചോദിക്കുകയാണ്, പപ്പ എന്തെങ്കിലും തീരുമാനിച്ചോ? എന്ത് തീരുമാനിക്കാൻ? ടാനിയ ഇനി അഞ്ചലിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചാൽ ശരിയാകുമോ പപ്പ? അവളെ കുളത്തുപ്പുഴയ്ക്ക് കൊണ്ടുപോകാം. അവിടെ അവളെ ആര് നോക്കും? അവളുടെ ശരീരത്തിനേറ്റ മുറിവ് മാത്രമേ ഭേദമായിട്ടുള്ളൂ. മനസ്സിനേറ്റ മുറിവുണങ്ങാൻ സമയമെടുക്കും. അതിന് സ്നേഹം വേണം, സാന്ത്വനം വേണം, അനുകൂലമായ സാഹചര്യവും വേണം. നീയുണ്ടല്ലോ അവൾക്കൊപ്പം, പിന്നെ ബബിതയും. അപ്പോൾ എൽസമ്മ ആൻറ്റിയോ? അവരെ ആര് ശുശ്രൂഷിക്കും? ടെൽസയുടെയും ടോജയുടെയും കാര്യങ്ങൾ ആര് നോക്കും? അവരെ കൂടി കൊണ്ടുപോകാം. അലീനയ്ക്ക് അത് വിശ്വാസമായില്ല. അവൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, പപ്പ ശരിക്കും പറഞ്ഞതാണോ? അവൾ പപ്പയെ കണ്ണിമയ്ക്കാതെ നോക്കുകയാണ്. ശരിക്കും പറയുക എന്ന് വെച്ചാൽ അതിന് വേറെ ഭാഷയുണ്ടോ? പപ്പ എന്നെ കളിപ്പിക്കല്ലേ. നമ്മളിവിടുന്ന് നേരെ കുളത്തുപുഴയ്ക്കാണോ? നേരെ കുളത്തുപുഴയ്ക്കല്ല, ഇവിടുത്തെ വീട്ടിലൊന്ന് കയറണം. എടുക്കേണ്ട സാധനങ്ങളെല്ലാം എടുക്കണം. വീടും ഗേറ്റും അടച്ചു പൂട്ടണം. വീട് വിൽപ്പനയ്ക്ക് എന്നൊരു ചെറിയ ബോർഡും കൂടി ഗേറ്റിൽ തൂക്കണം. അത് കഴിഞ്ഞാൽ സ്ഥലം വിടാം. അലീനയ്ക്ക് അത് കേട്ട് കണ്ണു നിറഞ്ഞു. അവൾ തൻ്റെ ഇരു കൈകൊണ്ടും പപ്പയുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു.
അഞ്ചല്ല വീട്ടിലേക്ക് വരുമ്പോൾ ഏതൊരു പദ്ധതിയാണോ തൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് സഫലമാകുവാൻ പോകുന്നതിൻ്റെ ചാരിതാർത്ഥ്യവും ആനന്ദവും ആ നിമിഷങ്ങളിൽ അവൾ അനുഭവിച്ചു. നിറകണ്ണുകളോടുകൂടി അലീന അപ്പോൾ പറയുകയാണ്, പപ്പയുടെ ജീവിതത്തിൽ ഇന്നേവരെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല തീരുമാനമാണിത്. സ്റ്റാൻലി നിഷേധരൂപേണ തലയാട്ടിക്കൊണ്ട് പറയുകയാണ്, അല്ല, പാലായിലെ ഒരു സ്വർണ്ണക്കടക്കാരൻ ബാലചന്ദ്രമേനോൻ കുളത്തുപ്പുഴയിൽ വന്ന് എന്നോട് നിങ്ങളറിയാത്ത ഒരു മകൾ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവളെ എൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കുവാൻ ഞാനെടുത്ത ഡിസിഷനാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും മികച്ചത്. അത് കേട്ടപ്പോഴേക്കും അലീന ഒരു തേങ്ങലോടെ പപ്പയുടെ തോളത്തേക്ക് മുഖം ചേർത്തു. സ്റ്റാൻലി അവളുടെ തലയിൽ പതുക്കെ തലോടി. എന്നിട്ട് അയാൾ ഒരു ചെറിയ ചിരിയോടുകൂടി പറയുകയാണ്, അതേ, മൂക്ക് ചീറ്റാനും കണ്ണുനീര് തുടയ്ക്കാനുമാണെങ്കിൽ ഞാനൊരു കർച്ചീഫ് തരാം. എൻ്റെ ഷർട്ട് ചീത്തയാക്കണ്ട. ഈ ഷർട്ട് ഇത്തിരി ചീത്തയായിക്കോട്ടെ. അവൾ ലേശം കൊഞ്ചലോടുകൂടി അയാളുടെ ഷർട്ടിൻ്റെ ഷോൾഡറിൽ തൻ്റെ മൂക്കും മുഖവും ഉരുമ്മി തുടച്ചു. വീടിൻ്റെ മുറ്റത്ത് ഗേറ്റിന് അഭിമുഖമായി തിരിച്ചിട്ടിരിക്കുകയാണ് ലോറി. അട്ടിമറിക്കാരാണ് വീട്ടു സാധനങ്ങൾ കയറ്റുന്നത്. ലോഡിങ്ങിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ബൈജു അങ്ങിങ്ങ് ഓടി നടക്കുന്നുണ്ട്. കട്ടിലുകൾ, മേശകൾ, അലമാരകൾ എല്ലാം ലോറിയിൽ കയറ്റിക്കഴിഞ്ഞു. ഡ്രസ്സ്, പുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ എന്നിവയടങ്ങിയ ബാഗുകൾ സ്റ്റാൻലിയുടെ ജീപ്പിൽ കയറ്റി. ബബിതയും ടെൽസയും ടോജോയും കൂടിയാണ് സാധനങ്ങൾ പെറുക്കി തരംതിരിച്ച് അടുക്കി പായ്ക്ക് ചെയ്തത്. ഉച്ചയ്ക്ക് തൊട്ടു മുൻപ് 2 കാറിലായി അലീനയും സ്റ്റാൻലിയും ടാനിയായും എത്തിച്ചേർന്നു. അലീനയുടെ കാറിലായിരുന്നു ടാനിയ. അവൾ കാറിൽ വന്നിറങ്ങിയപ്പോൾ അയൽക്കാർ അവളെ കാണുവാനായി വീടിൻ്റെ പുറത്തും ടെറസിലുമെല്ലാം ഇറങ്ങി നിന്നു. അലീന അവളെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ബബിത പറഞ്ഞു, ടാനിയയുടെ സാധനങ്ങളെല്ലാം പ്രത്യേകം പായ്ക്ക് ചെയ്ത് വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ടാനിയ ചോദിക്കുകയാണ്, ആ ലെറ്റേഴ്സൊക്കെ എവിടെയാണ്? ഏത് ലെറ്റേഴ്സ്? അന്ന് ഷാൻ വന്നപ്പോൾ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയത്. അതെല്ലാം പോലീസ് പെറുക്കിക്കൊണ്ടുപോയി. സ്റ്റാൻലി വീടിനുള്ളിലേക്ക് വന്നു കയറി. ചുവരിലെ ഫോട്ടോകളും പെയിൻറ്റിങ്ങുകളും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ്, ഒന്നും ബാക്കി വെക്കണ്ട. ഈ വീട്ടിലേക്ക് നമ്മൾ ഇനി വരുന്നതേയില്ല. എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം അഴിച്ചെടുത്തോണം, അല്ലെങ്കിൽ വല്ലവരും കൊണ്ടുപോകും. ഫാനുകളും ലൈറ്റുകളും വിൻഡോ കർട്ടനും ഡോർ കർട്ടനുകളും എല്ലാം ബൈജു അഴിച്ചെടുത്തു. നായ്ക്കളെ അവൻ നേരത്തെ തന്നെ കുളത്തുപുഴയിൽ എത്തിച്ചിരുന്നു. ഇനി എൽസമ്മ കിടക്കുന്ന കട്ടിലും ബെഡും മാത്രമേ എടുക്കാനുള്ളൂ. അലീനയും ബബിതയും ചേർന്ന് എൽസമ്മയെ താങ്ങി പിടിച്ചു കൊണ്ടുപോയി സ്റ്റാൻലിയുടെ കാറിലിരുത്തി. കട്ടിലും ബെഡും കൂടി കയറ്റിയ ശേഷം ലോറി കുളത്തുപുഴയ്ക്ക് വിട്ടു. ടോജോയും ടെൽസയും കൂടി സ്റ്റാൻലിയുടെ കാറിൽ കയറി. അലീന വാതിൽ പൂട്ടിയിറങ്ങി. സ്റ്റാൻലിയുടെ കാറും ജീപ്പും ബൈജു ഇറക്കി റോഡിലെത്തിച്ചിരുന്നു. അലീനയുടെ കാറിൽ ബബിതയും ടാനിയയും കയറി. കാർ ഓടിച്ച് റോഡിലിറക്കി നിർത്തിയതിനു ശേഷം അലീന ഇറങ്ങി വന്ന് ഗേറ്റ് പൂട്ടി. ടാനിയ ഗേറ്റിന് നേർക്ക് നോക്കിയിരുന്നു. ഷാൻ അവിടെ വച്ചാണ് തന്നെ കുത്തി വീഴ്ത്തിയതെന്ന് അവൾ ഓർത്തു. അതിനു മുൻപ് ഒരു ഉമ്മ തരുവാൻ അവൻ ആവശ്യപ്പെട്ടു. ഇതെല്ലാം ഇനി ഓർമ്മ മാത്രം. അരമണിക്കൂറിനുള്ളിൽ അവർ കുളത്തുപുഴയിലെത്തി. അലീന ഒരു കട്ടിൽ കൂടി എടുപ്പിച്ച് തൻ്റെ മുറിയിലെ കട്ടിലിനോട് ചേർത്തിട്ടു. ഇപ്പോൾ 5-6 പേർക്ക് കിടക്കാനുള്ള സ്ഥലമായി. പെൺകുട്ടികളെ വെവ്വേറെ മുറികളിൽ താമസിപ്പിക്കുവാൻ അലീനയ്ക്ക് മനസ്സ് വന്നില്ല. ടാനിയയ്ക്ക് പ്രത്യേകം ശ്രദ്ധ വേണം. അതിനാൽ അവൾ തൻ്റെ മുറിയിൽ ഉണ്ടായേ തീരൂ. ബബിതയെ ഒഴിവാക്കിയാൽ അവൾക്ക് വിഷമമാകും. അവശേഷിക്കുന്നത് ടെൽസയാണ്. അവളെ മാത്രമായി മാറ്റി പാർപ്പിച്ചാൽ അവൾക്കും സങ്കടമാകും. ഒടുവിൽ പെൺകുട്ടികൾ 4 പേരും ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കട്ടെ എന്ന് തീരുമാനിച്ചു. എങ്കിലും അലീന കൂടുതൽ സമയവും എൽസമ്മയെ കിടത്തിയ മുറിയിലായിരുന്നു. ടോജോയുടെയും ടെൽസയുടെയും മുഖത്ത് പുതിയൊരു ഉണർവും ഉത്സാഹവും സന്തോഷവും അലീന കണ്ടു. അവർക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധം കിട്ടിയിരിക്കുന്നു. ഇവിടെ അവർക്കിനി ആരെയും ഭയപ്പെടുവാനില്ല. കരുത്തനായ ഒരു ഗ്രഹനാഥന്റെ കീഴിലാണവർ. വീട് നിറയെ കുട്ടികൾ. സ്റ്റാൻലിക്ക് ഈ മാറ്റം അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. ആരൊക്കെയോ സംസാരിക്കുന്നു, എവിടെ നിന്നെല്ലാമോ ചിരി കേൾക്കുന്നു. തുടർച്ചയായ കാൽപ്പെരുമാറ്റങ്ങൾ. ഇതുവരെ അത് സംസാരിക്കാൻ കൂട്ടാക്കാത്ത ഒരു സ്റ്റാൻലിയുടെയും ഏതാനും നായ്ക്കളുടെയും ലോകമായിരുന്നു. പരിചാരകർ എവിടെയൊക്കെയോ ചടഞ്ഞിരുന്നു ഉറക്കം തൂങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വീട്ടിൽ സ്റ്റാൻലിക്ക് അത്ര പ്രാധാന്യമില്ല, നായ്ക്കൾക്കുമില്ല. അത് 4-5 കുട്ടികളുടെ വീടായി മാറി. അവിടെ ജോലിക്കാർക്ക് വെറുതെ ഇരിപ്പാൻ സമയമില്ല. പൗലോസിന് പിടിപ്പത് പണിയുണ്ടായിരുന്നു. രാജപ്പന് ദിവസവും 10 തവണയെങ്കിലും ബൈജുവിനെയും കൂട്ടി ടൗണിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ആൻ്റപ്പന് ഒരിടത്ത് ഇരിക്കുവാൻ വയ്യ. അപ്പോഴേക്കും എവിടെ നിന്നെങ്കിലും ആൻ്റപ്പൻ ചേട്ടാ എന്നുള്ള വിളി മുഴങ്ങും. ഈ മാറ്റങ്ങൾ കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായത് ടാനിയയ്ക്കാണെന്ന് അലീന തിരിച്ചറിഞ്ഞു. അവളെ വേദനിപ്പിക്കുകയും നഷ്ടബോധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്ന ഓർമ്മകൾക്ക് ഈ അന്തരീക്ഷം പരിചിതമല്ല. ഇവിടെ അവയ്ക്ക് നഖങ്ങളാഴ്ത്തി പറ്റിപ്പിടിച്ചു കിടക്കുവാൻ പഴുതുകളൊന്നുമില്ല. ഭഗ്നാശമായി പോയ അവളുടെ പ്രണയവും അതിൻ്റെ പൂക്കൾ വിടർന്ന പൂവാടികളും ആ സ്മൃതികളെ തൊട്ടുണർത്തുന്ന സ്മാരകങ്ങളും അകലെ എവിടെയോ ആണ്. എങ്കിലും ചില നേരങ്ങളിൽ അവൾ വിഷാദമഗ്നയായിരിക്കുന്നത് കാണുമ്പോൾ അലീന പറയും, മോളെ, നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഷാനിനെ വിട്ടുകളയുവാൻ ഞാൻ നിർബന്ധിച്ചുവെങ്കിലും നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് അവനെ എടുത്തു കളഞ്ഞിരുന്നില്ല. അവനെ മറക്കുകയാണെന്നോ ഉപേക്ഷിക്കുകയാണെന്നോ ഒരിക്കലും നീ അവനോട് പറഞ്ഞിട്ടുമില്ല. ആകെ കൂടി നീ അവനോട് ആവശ്യപ്പെട്ടത് നിനക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് മാത്രമായിരുന്നു. അതൊരു തെറ്റാണോ? നീ ആലോചിച്ച് നോക്ക്.
ടാനിയ ഒന്നും മിണ്ടാതെ കേട്ടിരിക്കും. നിനക്ക് കൂടുതൽ സമയം വേണമായിരുന്നു. നിന്നെ ജീവിത പങ്കാളിയായി ക്ഷണിക്കുവാനുള്ള പക്വതയും പാകതയും അനുകൂല സാഹചര്യവും അവനില്ലായിരുന്നു. അതാണ് സത്യം. അവൻ വിളിച്ചാലുടൻ ഇറങ്ങിച്ചെല്ലുവാനുള്ള പ്രായവും പരിതസ്ഥിതികളുമായിരുന്നില്ല നിന്റേതും. ഷാൻ അമിതാവേശം കാണിച്ചു. ശാന്തമായിരുന്നൊരു ആത്മപരിശോധന നടത്തിയാൽ, പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് കാണാൻ കഴിയും ഷാൻ ചെയ്തതൊന്നും ശരിയല്ലായിരുന്നുവെന്ന്. സ്നേഹത്തിന്റെ ലേബൽ ഒട്ടിച്ചു വെച്ചിട്ട് അതിന്റെ കീഴിലിരുന്ന് എന്ത് തോന്നിയാസവും കാണിക്കുവാൻ ആർക്കും അവകാശമില്ല. അവൻ നിന്നെ വേണ്ടാത്തതിനെല്ലാം പ്രേരിപ്പിച്ചു. അരുതാത്തത് പലതും നിന്നെക്കൊണ്ട് അവൻ ചെയ്യിച്ചു. അതിലൊന്നും യാതൊരു നീതിയുമില്ല. പെട്ടെന്ന് ടാനിയ അസഹിഷ്ണുതയോടെ ചോദിക്കുകയാണ്, ഷാൻ മരിച്ചുപോയില്ലേ ചേച്ചി? ഇനി എന്തിനാ കുറ്റം പറയുന്നത്? ഇല്ല മോളെ, മരിച്ചിട്ടില്ല. നിന്റെ മനസ്സിൽ അവൻ ഇപ്പോഴും ജീവിക്കുകയാണ്. അതുകൊണ്ട് ആർക്കും ഒരു ശല്യമില്ലല്ലോ. അവൻ ജീവിച്ചിരുന്നപ്പോഴും ആർക്കായിരുന്നു ശല്യം? എനിക്കല്ല, ടോജോയ്ക്കും ടെൽസയ്ക്കുമല്ല, നിനക്ക്. നിന്റെ ജീവിതത്തെയാണ് അവനൊരു ക്യാൻസർ പോലെ ബാധിച്ചത്. നിനക്ക് ചിന്താശേഷിയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ നിർബന്ധിച്ച് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു വിവാഹ ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ചത് വലിയ തെറ്റല്ലേ? നിനക്കൊരു മകളുണ്ടായി. അവൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ചെയ്തു എന്നറിഞ്ഞാൽ നീ എന്തുമാത്രം വേദനിക്കും? ഷാൻ വിളിക്കുന്നിടത്തെല്ലാം നീ ചെല്ലണം എന്നൊരു നിർബന്ധം അവൻ്റെ തെറ്റല്ലേ? നിനക്കതിന് ബാധ്യതയുണ്ടോ? ഒടുവിൽ അവൻ്റെ സമയത്തിനും സൗകര്യത്തിനും ഒപ്പിച്ച് വിളിച്ചാൽ നീ ഇറങ്ങി ചെല്ലുകയില്ല എന്ന് കണ്ടപ്പോൾ ചതിവിൽ നിന്നെ അരികിലേക്ക് വിളിച്ച് കുത്തിക്കൊല്ലുവാൻ ശ്രമിച്ചു. അത് ശരിയാണെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ ജീവൻ എടുക്കുവാൻ അവൻ എന്ത് അവകാശമാണുള്ളത്? നീ അങ്ങോട്ട് കൊടുത്ത സ്നേഹത്തിൻ്റെ 1000-1 ഇങ്ങോട്ടുണ്ടായിരുന്നുവെങ്കിൽ അവനിങ്ങനെ ചെയ്യുമായിരുന്നോ? അവൻ വേറൊരു പെണ്ണിനെ നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇനി ഇവളാണ് എൻ്റെ ഭാര്യ, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാലും നിനക്കവനെ ഒരു പെൻസിൽ കൊണ്ടുപോലും കുത്തി നോവിക്കാൻ സാധിക്കുമോ? എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ്റേത് യഥാർത്ഥ സ്നേഹമായിരുന്നില്ല. കുത്തിക്കൊല്ലുന്ന സ്നേഹം സ്നേഹമല്ല മോളെ. അവൻ ആത്മഹത്യ ചെയ്തെങ്കിൽ അതെന്തുകൊണ്ടാണ്? നിന്നെ ഓർത്തിട്ടല്ല. ജീവിച്ചിരുന്നാൽ അവൻ നിയമത്തിന് കീഴടങ്ങേണ്ടി വരും. തൂക്കുമരമോ ജീവപര്യന്തമോ അവന് കിട്ടിയേക്കാമായിരുന്നു. നിന്നെ കുത്തി മലർത്തിയിട്ട് ചെന്നാൽ പോലീസും കോടതിയും അവന് പട്ടും വളയും വീരശൃംഖലയുമാണ് കൊടുക്കുന്നതെങ്കിൽ അവൻ പോയി മരിച്ചു കളയുമോ? ഒരിക്കലുമില്ല. ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷയെ ഭയന്നാണ് അവൻ ജീവിതം അവസാനിപ്പിച്ചത്. എന്നിട്ട് നീ അവനെ ഒരു വീരപുരുഷനോ രക്തസാക്ഷിയോ ആയി കരുതി വെറുതെ മനസ്സിലിട്ട് നീറ്റുകയാണ്. ഞാനിത് പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് പറയുന്നത്? നീ നന്നാവണം. നിന്റെ നഷ്ടങ്ങളിൽ നിന്ന്, നിന്റെ വേദനകളിൽ നിന്ന്, നിനക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് നീ എഴുന്നേൽക്കണം. കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിന്റെ മുൻപോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതവിടെ ഇട്ടിട്ട് നീ മുൻപോട്ട് പോകണം. നിനക്ക് മുൻപോട്ട് പോയേ പറ്റൂ. കാരണം 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഈ ഉപദേശങ്ങൾ കൊണ്ടൊന്നും വലിയ ഫലമില്ലെന്ന് അലീനയ്ക്കറിയാം. 1000 വട്ടം ഉപദേശിക്കുന്നതിനേക്കാൾ ഒരു സ്നേഹത്തലോടലോടുകൂടി എഴുന്നേൽക്കുമോളെ എന്ന് പറയുന്നതാണ് ഫലം ചെയ്യുക എന്നും ബോധ്യമുണ്ട്. എന്നാലും ചിലപ്പോൾ പറഞ്ഞു പോവുകയാണ്. അനേകം തവണ ആവർത്തിക്കുമ്പോൾ അതിലൊരു വാചകമെങ്കിലും അവളുടെ മനസ്സിൽ കൊണ്ടെങ്കിലും. പെൺവാണിഭം, യുവാവ് അറസ്റ്റിൽ. ചെറിയൊരു വാർത്ത, ഒരു കോളമേയുള്ളൂ. ബബിതയുടെ കണ്ണുകൾ ആ വാർത്തയിലെ ഫോട്ടോയിൽ തങ്ങി നിന്നു. അലീന വന്നു നോക്കുമ്പോൾ ബബിത പത്രവും മടിയിൽ വെച്ച് ഗാഢമായ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ഹലോ, എന്തുപറ്റി? അലീന അവളെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. ബബിത പരിഭ്രമിച്ച് അലീനയെ നോക്കി. എന്താടി? ബബിത പത്രത്തിലെ വാർത്ത തൊട്ട് കാണിച്ചു. അലീന അതെടുത്ത് നോക്കി. ആഹാ, ഇതിലെന്താ? എന്നും കാണാറുള്ളതല്ലേ ഇതുപോലെ ചില ഐറ്റംസൊക്കെ? ഇതങ്ങനെയല്ല ചേച്ചി. ഇത് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളാ. ആതിരപ്പള്ളിയിലെ ഒരു റിസോർട്ടിൽ വെച്ച് കണ്ടിട്ടുള്ളതുപോലെ ഒരു ഓർമ്മ. നീ അവിടെ പോയിട്ടുണ്ടോ? ആ, ഒരു തവണ. ആരെങ്കിലും ആകട്ടെ, നീ ആ വിഷയം വിട്ടുകള. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പോകണം. പക്ഷെ ബബിതയുടെ മുഖത്ത് കണ്ട പരിഭ്രമം മാഞ്ഞില്ല. അന്ന് രാത്രി ബാലചന്ദ്രമേനോൻ അലീനയെ ഫോണിൽ വിളിച്ചു. അച്ഛാ, ഞാനാണിത്. അലീന ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്. നീ എവിടെയാ മോളെ? ഇവിടെ, കുളത്തുപുഴേ. ബബിത നിന്റെ അടുത്തുണ്ടോ? അടുത്തില്ല, TV കാണുക. എന്തു പറ്റി അച്ഛാ? ഒരു ചെറിയ കുഴപ്പമുണ്ടല്ലോ മോളെ. അലീനയ്ക്ക് ഉദ്വേഗമായി. എന്താച്ചാ, എന്തു പറ്റി? ബബിതയെ തിരക്കി 2 പോലീസ് ഓഫീസർമാർ ഇവിടെ വന്നിരുന്നു. സെക്സ് റാക്കറ്റിൽപ്പെട്ട ഒരുത്തനെ ആലുവയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനിൽ നിന്നും അവർക്ക് കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടത്രേ. അലീനയുടെ നെഞ്ചിലൂടെ ഒരു ഇടിവാൾ കടന്നുപോയി. അവരെന്തു പറഞ്ഞച്ചാ? ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ സംഗതി അല്പം സീരിയസ് ആണെന്ന് തോന്നുന്നു. ബബിതയെ അവർക്ക് കാണണം. എന്തോ ചോദിച്ചറിയുവാനുണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ അഡ്രസ്സും വാങ്ങിച്ചോണ്ടാ അവരിവിടുന്ന് പോയത്. അവരിവിടെയും വരുമോ? വരാൻ സാധ്യതയുണ്ട്. അലീന മുഖം തിരിച്ചു ബബിതയെ നോക്കി. അവൾ TVക്ക് മുൻപിലാണെങ്കിലും ഇടയ്ക്കിടെ തൻ്റെ നേർക്ക് നോക്കുന്നുണ്ട്. അലീന മെല്ലെ ഇടനാഴിയിലേക്ക് ഇറങ്ങി. വീണ്ടും ചോദിക്കുകയാണ്. അച്ഛൻ എന്തിനാ അഡ്രസ്സ് കൊടുത്തത്? കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ, പോലീസല്ലേ. തൻ്റെ മകൾ എവിടെയാണെന്ന് തനിക്കറിയില്ലേ എന്ന് പോലീസ് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? ഷോ, അവൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് പിന്നെയും. അപ്പോൾ ബാലചന്ദ്രമേനോൻ, എന്താ പ്രശ്നമെന്ന് പറ മോളെ. അയാളെ അറസ്റ്റ് ചെയ്തതും ബബിതയുമായിട്ട് എന്താണ് ബന്ധം?
ബബിത ആത്മഹത്യ ചെയ്യാൻ പോയതിന്റെ പിൻപിലെ കാരണങ്ങളൊന്നും അച്ഛനോട് പറഞ്ഞിട്ടില്ലെന്ന് അലീന ഓർത്തു. ആകെക്കൂടി അച്ഛൻ അറിയാവുന്നത് മകളുടെ പ്രണയം തകർന്നു എന്നുള്ളത് മാത്രമാണ്. പെട്ടെന്ന് അലീന പറയുകയാണ്, ഒന്നുമില്ലച്ചാ, ഇത് ഞങ്ങളിവിടെ കൈകാര്യം ചെയ്തോളാം, അച്ഛൻ പേടിക്കണ്ട. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറ മോളെ, മുൻകരുതലെടുക്കണ്ടേ? അച്ഛൻ ഈ കാര്യത്തിലൊന്നും ചെയ്യാനില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ആ ഓക്കെ, പോലീസ് അവിടെ വന്നാൽ ആ വിവരം എന്നെ വിളിച്ച് പറയണം കേട്ടോ. ശരി അച്ഛാ. അലീന കോൾ കട്ട് ചെയ്തു. ചുമരിച്ചാരി അവൾ പകച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് ബബിതയുടെ വിളി കേട്ടവൾ ഞെട്ടിപ്പോയി. അലീന ചേച്ചി. ബബിത അവളുടെ സമീപത്തേക്ക് വന്നു. അലീനയുടെ മുഖഭാവം അവളെ അമ്പരപ്പിച്ചു. അവൾ ചോദിക്കുകയാണ്, ആരാ ചേച്ചി വിളിച്ചത്? അലീന ധർമ്മസങ്കടത്തിലായി. പറയണോ വേണ്ടയോ? പറയുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. ഇല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ അവൾ വല്ലാതെ പതറിപ്പോയേക്കാം. അവൾ പറയുകയാണ്, പാലായിന്ന് അച്ഛനാ വിളിച്ചത്. അച്ഛനാണോ? ബബിതയ്ക്ക് പാതി സമാധാനമായി. ആ നീ വാ പറയാം. അലീന അവളെ ഒരു ഒഴിഞ്ഞ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് അവൾ പറയുകയാണ്, നീ വെറുതെ ഭയപ്പെടരുത് കേട്ടോ, ഞങ്ങളെല്ലാവരും ഇപ്പം നിന്റെ കൂടെ തന്നെയുണ്ട്. അത്രയും കേട്ടപ്പോഴേക്കും ബബിത അപകടം മണത്തു. അവൾ ചോദിക്കുകയാണ്, അച്ഛൻ എന്തു പറഞ്ഞു? നിന്നെ അന്വേഷിച്ച് പോലീസ് അവിടെ ചെന്നിരുന്നുവെന്ന്. എന്തോ ചോദിച്ചറിയാനാണത്രേ. എന്ത് ചോദിച്ചറിയാൻ? ആ ആർക്കറിയാം, എന്തായാലും അവർ വരട്ടെ, ഹിംസിക്കാനൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പോൾ പോലീസ് എന്നെ തിരക്കി ഇവിടെയും വരും അല്ലേ? അഡ്രസ്സ് കൊടുക്കാതെ അച്ഛന് നിവർത്തിയില്ലായിരുന്നു മോളെ. സാരമില്ല, ഞാനില്ലേ നിന്റെ കൂടെ. ബബിതയുടെ ഭാവമാറ്റം അന്ധാളിപ്പിക്കുന്നതായിരുന്നു. ആത്മഹത്യാശ്രമം പരാജയപ്പെട്ട ശേഷം നാളുകളോളം അവളുടെ മുഖത്ത് കണ്ട അതേ ഭാവം. അലീന അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് സാന്ത്വനം പകർന്നുകൊണ്ട് പറയുകയാണ്, സാരമില്ലടി, അവർ വന്നു പോട്ടെ. നീ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എല്ലാം കുഴിച്ചു മൂടിയതായിരുന്നു. എന്നിട്ടും സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ... എടി ഇങ്ങോട്ട് നോക്കിക്കേ. അലീന അവളുടെ മുഖം പിടിച്ചു വലിച്ചു. നീ എന്തായി പറയുന്നേ? ആരെന്ത് ചെയ്തെന്നാ? നീ സമാധാനമായിട്ടിരിക്കേ. ഇല്ല ചേച്ചി, എനിക്കറിയാം. ബബിത കരയുവാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാവിലെ പേപ്പറിൽ കണ്ടപ്പോൾ മുതൽ പേടിച്ചിരിക്കുകയാണ്. ഹ, ഇതിൽ പേടിക്കാൻ എന്താ ഉള്ളത്? അവരുടെ കയ്യിൽ നിന്ന് രഹസ്യങ്ങളൊക്കെ പോലീസിന് കിട്ടിക്കാണും. ഞാൻ പറഞ്ഞിട്ടില്ലേ ചേച്ചിയുടെ അടുത്ത്, ആരും അറിയാതെ മൊബൈൽ ക്യാമറയിലും വീഡിയോ ക്യാമറയിലുമൊക്കെ പോലീസിൻ്റെ കയ്യിൽ അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അലീനയ്ക്ക് ഇപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം പൂർണ്ണമായും ബോധ്യപ്പെട്ടത്. വീണ്ടും ബബിതയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അലീന പറയുകയാണ്, നീ കരയാതെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അലീന അവളെ ചേർത്ത് പിടിച്ചു. 2 നിമിഷത്തിന് ശേഷം വീണ്ടും ചോദിക്കുകയാണ്, നമുക്ക് പപ്പയോട് പറഞ്ഞാലോ? അയ്യോ വേണ്ട, ഞാൻ സമ്മതിക്കില്ല അതിന്. നമുക്കിപ്പോൾ ആരുടെയെങ്കിലും സഹായം കൂടിയേ തീരൂ. പപ്പയോട് പറയല്ലേ ചേച്ചി പ്ലീസ്. ഞാൻ ഇത്രയും ദിവസം പപ്പയുടെ മുമ്പിൽ വലിയ കേമിയായിട്ട് നടന്നതാ. ഇതിനേക്കാളും ഭേദം ഞാൻ ചത്ത് കളയുന്നതാ. മോളെ, പോലീസ് വരുമ്പോൾ പപ്പ എന്തായാലും അറിയുമല്ലോ. നമ്മൾ നേരത്തെ പറയുന്നതല്ലേ ബുദ്ധി. പെട്ടെന്ന് ബബിത നിശബ്ദയായി. അലീന ഒരു ശാസനയോടുകൂടി പറയുകയാണ്, അരുതാത്തത് എന്തെങ്കിലും നിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കണം കേട്ടോ. ബബിത മുഖം താഴ്ത്തി നിൽക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ.